വിശദമായ വാർത്തയിലേക്ക് ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചാകും സംസ്ഥാനത്ത് വികസന പദ്ധതികൾ നടപ്പിലാക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതുവൈപ്പിൻ LPG പ്ലാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമരസമിതി ഉയർത്തിയ ആശങ്ക പരിഹരിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസന താൽപര്യത്തിന് വിരുദ്ധമായ നിലപാടുകളിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയാണ് പുതുവൈപ്പിൽ പ്രശ്നപരിഹാര ശ്രമം നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളിൽ ആശങ്ക ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ആ ആശങ്ക ഗൗരവമായി തന്നെ സർക്കാർ കാണുന്നുണ്ട്. എന്നുവെച്ച് പദ്ധതി സാധാരണ നിലയിൽ ഉപേക്ഷിക്കാൻ കഴിയുന്നതല്ല. കാരണം പദ്ധതി വേണ്ടെന്ന് വെച്ചാൽ അത് നൽകുന്ന സന്ദേശം അങ്ങേയറ്റം നെഗറ്റീവായതായിരിക്കും. ലോക നിലവാരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും വിവിധ ഏജൻസികളുടെ അനുമതിയോടെയുമാണ് പ്ലാന്റിന്റെ നിർമ്മാണം നടക്കുന്നത്. സമരക്കാർ ഉയർത്തുന്ന ആശങ്ക സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇത് പരിഹരിക്കും. 2010 ലഭിച്ച പരിസ്ഥിതി അനുമതിക്ക് വിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നാണ് സമരക്കാരുടെ ആക്ഷേപം. ഇത് പരിശോധിക്കുക തന്നെ ചെയ്യും. ഇതിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കും. അതുവരെ IOC നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പാരിസ്ഥിതിക അനുമതിയിൽ പറഞ്ഞ വ്യവസ്ഥകൾ IOC കൃത്യമായി പാലിച്ചിട്ടില്ല എന്നതാണ്. ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അത് പരിശോധിക്കാൻ സർക്കാർ സംവിധാനമൊരുക്കും. ആ സംവിധാനം പരിശോധിക്കുന്നതുവരെ IOC നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം എന്നൊരു അഭ്യർത്ഥന പൊതുവെ ഇന്ന് കാലത്ത് ചേർന്ന യോഗം IOCയുടെ മുന്നിൽ വെക്കുകയുണ്ടായി. അത് IOC അംഗീകരിച്ചിട്ടുമുണ്ട്. IIT മദ്രാസ് നടത്തിയ പഠനങ്ങളിലും പ്ലാന്റ് സുരക്ഷിതമാണെന്ന് പറയുന്നു. മൗണ്ടൻ ബുള്ളറ്റ് മാതൃകയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വികസന പദ്ധതികൾക്കെതിരെയുള്ള ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാര നടപടി സ്വീകരിക്കുമെന്ന സർക്കാർ നയം വ്യക്തമാക്കിയാണ് പിണറായി വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുതുവൈപ്പിനിൽ LNG ടെർമിനൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ IOCയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. IOC പാരിസ്ഥിതിക നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും സർക്കാർ തീരുമാനിച്ചു. 2.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് IOC പ്ലാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള യോഗം അവസാനിച്ചത്. ആമുഖമായി മുഖ്യമന്ത്രി സർക്കാർ നിലപാടുകൾ വിശദീകരിച്ചു. പദ്ധതി സംസ്ഥാന സർക്കാരിന്റേതല്ല, കേന്ദ്ര സർക്കാരിന്റേതാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കണമെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാരിസ്ഥിതിക നിയമലംഘന നിർമ്മാണമാണ് പുതുവൈപ്പിലിൽ നടക്കുന്നതെന്ന പൊതുവികാരമാണ് സമരസമിതി പ്രവർത്തകർ യോഗത്തിൽ ഉയർത്തിയത്. ഈ ആശങ്കകൾ പരിഹരിക്കാൻ ശാസ്ത്രജ്ഞന്മാർ അടങ്ങിയ ഉന്നതതല സമിതിയെ വിഷയം പഠിക്കാൻ നിയോഗിക്കാൻ തീരുമാനിച്ചു. അതുവരെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ സർക്കാർ IOCയോട് അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചു. ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം പരിശോധിക്കുന്നതിന് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെല്ലാം അടങ്ങുന്നൊരു സമിതി ഇക്കാര്യം പരിശോധിക്കും. ആ പരിശോധനയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പൊതുവെ അംഗീകരിക്കും. റിപ്പോർട്ട് വരുന്നത് വരെ വർക്ക് നിർത്തിവെക്കും. റിപ്പോർട്ട് എല്ലാവരും അംഗീകരിക്കണം. അപ്പോൾ പൊതുവെ സ്വീകാര്യതയുള്ള വ്യക്തിത്വങ്ങളായിരിക്കും ആ പരിശോധനയ്ക്കകത്തുണ്ടാവുക. ഇതാണ് ഗവൺമെന്റ് എടുത്ത നിലപാട്. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത സമരസമിതി ഭാരവാഹികൾ ഭാവി പരിപാടികൾ കൂട്ടായി തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി സമിതിയുമായിട്ട് ഒരു ആലോചന നടത്തിയതിനു ശേഷം മാത്രമേ ഭാവി പരിപാടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. സമരക്കാർക്കെതിരെ ഉണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച് നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ നടപടി സ്വീകരിക്കാനാവൂ എന്ന കാര്യവും സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുതുവൈപ്പിനിൽ പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി സമരസമിതി നേതാക്കൾ. പ്ലാന്റിന്റെ നിർമ്മാണം നിർത്തിവെക്കാനുള്ള തീരുമാനത്തെ സമരക്കാർ ഇരു കൈകളും അടിച്ചാണ് സ്വീകരിച്ചത്. എന്നാൽ പ്ലാന്റ് മാറ്റി സ്ഥാപിക്കുന്നതുവരെ സമാധാനപരമായ സമരം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പഠനം നടത്തുമെന്നും ആശങ്കകൾ ദൂരീകരിക്കുമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ ഇരുകൈകളും അടിച്ചാണ് പ്രതിഷേധക്കാർ സ്വീകരിച്ചത്. സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്നും സമിതി വരട്ടെ, അവർക്ക് ഇവിടുത്തെ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി
ഇത് IOC പ്ലാന്റ് എവിടെയാണ് വന്നേക്കണ, ജനങ്ങൾ താമസിക്കുന്നിടത്താണോ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ദൂരത്താണോ എന്നുള്ളത് വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. ഇതിന്റെ സത്യാവസ്ഥ അവർക്ക് ബോധ്യപ്പെടട്ടെ. IOCയുടെ പുതിയ പ്ലാന്റ് നിർമ്മാണം താത്കാലികമായി നിർത്തിവെക്കുകയല്ല, പ്ലാന്റ് മാറ്റി സ്ഥാപിക്കുകയാണ് വേണ്ടതെന്നും അവർ ആവശ്യപ്പെട്ടു. വിദഗ്ധ സമിതിയുടെ പഠനത്തോട് സഹകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ സമാധാനപരമായി പ്രതിഷേധം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തൃശൂർ ജില്ലയിൽ 8 ആശുപത്രികളിൽ നഴ്സുമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. മന്ത്രി AC മൊയ്തീന്റെ നേതൃത്വത്തിൽ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികളും പ്രൈവറ്റ് ആശുപത്രി മാനേജ്മെന്റും നടത്തിയ ചർച്ചയാണ് തീരുമാനമായത്. ഇതോടെ സംസ്ഥാനത്തുടനീളം നഴ്സുമാർ നടത്താനിരുന്ന സമരവും പിൻവലിച്ചു. മന്ത്രിമാരായ AC മൊയ്തീൻ, VS സുനിൽകുമാർ എന്നിവരുടെ മധ്യസ്ഥതയിൽ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനും നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ ധാരണയായത്. അടിസ്ഥാന ശമ്പളത്തിന്റെ 50% ഇടക്കാല ആശ്വാസമായി നൽകാനും ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് 27-ന് ചേരുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കമ്മിറ്റിയിൽ തീരുമാനമെടുക്കാനും പൊതുവിൽ ധാരണയായി. ഈ സമരം നടക്കുന്ന 8 ആശുപത്രികളിൽ സമരം പിൻവലിക്കുന്നതിന് വേണ്ടി ഒരു ഇടക്കാല ആശ്വാസം നഴ്സുമാരുൾപ്പെടുന്ന എല്ലാ തൊഴിലാളികൾക്കും അവരുടെ ബേസിക് പേയുടെ 50% ഇടക്കാല ആശ്വാസം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ചർച്ചയിൽ ധാരണയായിട്ടുള്ളത്. പിന്നെ 27-ാം തീയതി IRCയുടെ ചർച്ച കഴിഞ്ഞ് അതിൽ ബന്ധപ്പെട്ടവരെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനമായില്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ട് അടിയന്തരമായി മിനിമം കൂലി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെന്റ് തീരുമാനം പിന്നീട് പറയും എന്നുള്ളത് ഒരു അംഗീകരിച്ചിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ്. നഴ്സുമാരടക്കമുള്ള എല്ലാ ആശുപത്രി ജീവനക്കാർക്കും ഇടക്കാല ആശ്വാസം ലഭിക്കും. എന്നാൽ ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി വീണ്ടും എത്തുമെന്ന് നഴ്സുമാർ മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോഴത്തെ സാമൂഹിക സ്ഥിതി വെച്ചിട്ടുള്ള ഒരു മിനിമം വേജസ് വർധനവല്ല ഉണ്ടാകുന്നതെങ്കിൽ കൃത്യമായി സംഘടന സംസ്ഥാന വ്യാപകമായിട്ടുള്ള സമരപരിപാടികളിലേക്ക് പോകും. പനി പടർന്നു പിടിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിന്റെ ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടൽ മൂലമാണ് സമരം ഒത്തുതീർപ്പായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. പനിയുടെ തോത് കണക്കിലെടുത്ത് 3 മേഖലകളായി തരംതിരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കും. മറ്റന്നാൾ സർവകക്ഷി യോഗം ചേരും. പനി ചികിത്സയ്ക്കായി ആവശ്യമായ ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയമിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, ജനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ മാസം 27, 28, 29 തീയതികളിൽ എല്ലാ പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനം നടത്തും. പനിയുടെ തോത് കണക്കിലെടുത്ത് ഹൈ റിസ്ക്, മോഡറേറ്റ് റിസ്ക്, ലോ റിസ്ക് എന്നീ 3 മേഖലകളായി തരംതിരിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ മാസം 23-ന് സർവകക്ഷി യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 23-ന് 3 മണിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം വിളിക്കുന്നുണ്ട്. അപ്പോൾ പനിബാധിത പ്രദേശങ്ങളെ 2-3 മേഖലകളായി തരംതിരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ പനി ബാധിച്ച ചില പ്രദേശങ്ങളുണ്ട്, അത് ഒരു ഹൈ റിസ്ക് മേഖലകളാക്കി എടുക്കാം. പിന്നെ മോഡറേറ്റ് റിസ്ക്, ലോ റിസ്ക്. ജനങ്ങൾ തിങ്ങിക്കൂടുന്ന എല്ലാ സ്ഥലത്തും കൃത്യമായി ശുചീകരണം നടന്നുവെന്ന് ഉറപ്പുവരുത്തണം. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ ചികിത്സയ്ക്കായി ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. ഹൌസ് സർജൻമാർ, PG വിദ്യാർത്ഥികൾ എന്നിവരെയും ഉപയോഗപ്പെടുത്തും. ആവശ്യമായ ഡോക്ടർമാരെയും നഴ്സുമാരെയും താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സേവനം ലഭ്യമാകുന്ന എല്ലാ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരെയും ഇതിനോട് അനുബന്ധമായി ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആവശ്യമായ ഡോക്ടർമാർ, നഴ്സുമാർ ഇതിനൊക്കെ എത്രയാണോ വേണ്ടത് അവരെ നിയമിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. ഒന്ന് സ്വകാര്യ മേഖലയിൽ നിന്ന് കണ്ടെത്താൻ നോക്കും, മറ്റൊന്ന് പുതുതായി നിയമിക്കേണ്ടതുണ്ടെങ്കിൽ പുതുതായി നിയമിക്കുകയും ചെയ്യും താൽക്കാലികമായിട്ട്. രോഗികളുടെ ബാഹുല്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കിടത്തി ചികിത്സയ്ക്ക് സംവിധാനം ഏർപ്പെടുത്തും. പുതിയ ചികിത്സാ കേന്ദ്രങ്ങൾ ആവശ്യമെങ്കിൽ ആരംഭിക്കും. പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതലുള്ള ചികിത്സയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തുക അനുവദിക്കും. മാലിന്യം ഇല്ലാതാക്കുന്നതിന് പ്രത്യേക സംവിധാനമൊരുക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ നടപടികളിലൂടെ പകർച്ചപ്പനി നിയന്ത്രണ വിധേയമാകുമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
എൻഡിഎയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദ് ജെഡിയു പിന്തുണ പ്രഖ്യാപിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാർട്ടി ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി നാളെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരാനിരിക്കെയാണ് ജെഡിയുവിന്റെ നിലപാട് മാറ്റം. എൻഡിഎയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദയെ പിന്തുണയ്ക്കാനുള്ള ജെഡിയു ദേശീയ നേതൃത്വ തീരുമാനത്തിനെതിരെ കേരള ഘടകം രാജ്യസഭാ അംഗമെന്ന നിലയിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ എം.പി. വീരേന്ദ്രകുമാർ. ഇക്കാര്യം നിതീഷ് കുമാറിനെ അറിയിച്ചിട്ടുണ്ടെന്നും വീരേന്ദ്രകുമാർ കോഴിക്കോട് പറഞ്ഞു. വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ സഹകരണ ബാങ്കുകൾക്ക് മാറിയെടുക്കാമെന്ന് റിസർവ് ബാങ്ക്. നോട്ടുകൾ ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, ജില്ലാ സെൻട്രൽ സഹകരണ ബാങ്കുകൾ എന്നിവയിൽ ജൂലൈ 20 വരെ നിക്ഷേപിക്കാമെന്നും റിസർവ് ബാങ്ക് ഉത്തരവിറക്കി. നോട്ട് നിരോധനം കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വൻ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 8-നാണ് 500-1000 നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടിയ മുൻ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കർണനെ ഉടൻ പ്രസിഡൻസി ജയിലിലേക്ക് മാറ്റും. ജസ്റ്റിസ് കർണന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ മടിച്ച സുപ്രീം കോടതി വിപുലമായ ബെഞ്ചിനെ സമീപിക്കാനും നിർദ്ദേശിച്ചു. കോടതി അലക്ഷ്യത്തിന് 6 മാസത്തെ തടവ് ശിക്ഷയാണ് ജസ്റ്റിസ് കർണനെതിരെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചത്. നടിയെ ആക്രമിച്ച കേസ് വഴിത്തിരിവിലേക്ക്. പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിൻസന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു. മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമാണ് കൃത്യം നടത്തിയതെന്ന് സുനി പറഞ്ഞുവെന്ന് ജിൻസ് മൊഴി നൽകിയിരുന്നു. ഒരു പ്രമുഖ മിമിക്രി താരത്തിന്റെ പേരാണ് പൾസർ പറഞ്ഞതെന്നാണ് സൂചന. എന്നാൽ പുതിയ നീക്കത്തിന് പിന്നിൽ ബ്ലാക്ക്മെയിലിംഗ് ആണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. 2015-ലെ ഖനന നിയമം സർക്കാർ ഭേദഗതി ചെയ്ത ഉത്തരവ് പുറത്തിറക്കി. ക്വാറികളുടെ ഭൂപരിധി 100-ൽ നിന്ന് 50 മീറ്ററാക്കി ചുരുക്കിയാണ് ഉത്തരവ്. ക്വാറിക്ക് പെർമിറ്റിന്റെ കാലാവധി 3-ൽ നിന്ന് 5 വർഷമാക്കി ഉയർത്തുകയും ചെയ്തു. 2015-ലെ ഖനന നിയമത്തിനാണ് സർക്കാർ ഭേദഗതി കൊണ്ടുവന്നത്. സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കരിങ്കല്ലിന്റെ ലഭ്യതക്കുറവ് പരിഹരിക്കാനുതകുന്ന തീരുമാനമാണ് വ്യവസായ വകുപ്പ് ഇപ്പോൾ കൈക്കൊണ്ടത്. ഭേദഗതി പ്രകാരം റോഡ്, തോട്, നദികൾ, വീടുകൾ തുടങ്ങി പൊതുസ്ഥലങ്ങളിൽ നിന്നും ക്വാറികളിലേക്കുള്ള ദൂരപരിധി 100-ൽ നിന്നും 50 മീറ്ററായി കുറച്ചു. കേന്ദ്ര സർക്കാർ 2016-ൽ പുറപ്പെടുവിച്ച ചട്ടങ്ങളുടെ ചുവട് പിടിച്ചാണ് വ്യവസായ വകുപ്പിന്റെ തീരുമാനം. ക്വാറിംഗ് പെർമിറ്റിന്റെ കാലാവധി 3 വർഷമായിരുന്നത് 5 വർഷമായി ഉയർത്തുകയും ചെയ്തു. കേന്ദ്ര ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കഴിഞ്ഞ സർക്കാരിന്റെ തീരുമാനം മൂലം സംസ്ഥാനത്ത് 2000-ലധികം ചെറുകിട ക്വാറികളായിരുന്നു അടച്ചുപൂട്ടിയത്. മേജർ മിനറലുകളായ ചൈന ക്ലേ, സിൽക്ക സാൻഡ്, ലാറ്റ്നൈറ്റ് എന്നിവ മൈനർ മിനറലുകളുടെ പട്ടികയിൽപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഈ തീരുമാനം മലബാർ സിമന്റ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുത്തൻ ഉണർവാകും നൽകുക. കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി സാധാരണ മണ്ണ് നീക്കം ചെയ്യാൻ അനുമതി വാങ്ങിയ ശേഷം 1 വർഷത്തിനുള്ളിൽ അടിസ്ഥാന നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കാനും പുതിയ നിയമം വിഭാവനം ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. തമിഴ്നാട് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് DMK നോട്ടീസ് നൽകി. അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന പളനിസ്വാമി സർക്കാരിന് ഭരണത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് DMK നേതാവ് സ്റ്റാലിൻ പറഞ്ഞു. AADMKയിലെ വിഘടിച്ചു നിൽക്കുന്ന വിവിധ ഗ്രൂപ്പുകൾക്കിടയിലെ ഭിന്നത മുതലെടുത്ത് സർക്കാരിനെ താഴെയിറക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സൗദി ഭരണതലത്തിൽ വൻ അഴിച്ചുപണി നടത്തി സൽമാൻ രാജാവ് ഉത്തരവിട്ടു. കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ നായിഫിനെ സ്ഥാനത്തുനിന്ന് നീക്കി രാജാവ് വിജ്ഞാപനമിറക്കി. അമീർ മുഹമ്മദ് ബിൻ സൽമാനാണ് പുതിയ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും. ഇന്ന് വൈകിട്ട് മക്കയിൽ അദ്ദേഹത്തിനുള്ള അനുസരണ പ്രതിജ്ഞ നടക്കും. പുതിയ ആഭ്യന്തരമന്ത്രിയായി അമീർ അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ നൈഫിനെയും മന്ത്രിയായി അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സലീമിനെയും നിയമിച്ചു. തിരുവനന്തപുരം പാലോട് കല്ലേറ്റ് വെച്ച് KSRTC ബസ് മറിഞ്ഞ് 24 പേർക്ക് പരിക്ക്. തിരുവനന്തപുരത്ത് നിന്ന് പേരയത്തേക്ക് തിരിച്ച KSRTC പാലോട് ഡിപ്പോയിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബ്രേക്ക് പൊട്ടിയതിനെ തുടർന്ന് പേരയം കല്ലേറ്റം ജംഗ്ഷനിൽ വെച്ചാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വിദഗ്ധ ചികിത്സയ്ക്കായി 8 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ഇപ്പോൾ കൂടുതലായി വ്യാപിക്കുന്നത് ഡെങ്കിപ്പനിയാണ്. എങ്ങനെ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാം, എന്തൊക്കെ മുൻകരുതലുകൾ ജനങ്ങൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ SL സരിത വിശദീകരിക്കുന്നു.
അപ്പം രണ്ട് രീതിയിലാണ് നമുക്ക് ഇത് പ്രതിരോധിക്കാൻ കഴിയുക. ഒന്ന്, കൊതുക് കടി ഏൽക്കാതെ നോക്കുക എന്നുള്ളതാണ്. അത് പറയുമ്പോൾ ഡെങ്കു പരത്തുന്ന ഈഡിസ് കൊതുകുകളുടെ ഒരു പ്രത്യേകത, ഇത് പകൽ സമയത്ത് കടിക്കുന്ന കൊതുകാണ്. നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശം തന്നെ ഒന്ന്, നമ്മൾ വസ്ത്രധാരണ രീതി നമുക്ക് മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ പലപ്പോഴും, കാരണം ഇത് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കടിക്കാതിരിക്കാനായിട്ടുള്ള ശരീരം മൂടുന്ന രീതിയിലുള്ള ഫുൾ സ്ലീവ് തുടങ്ങിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വസ്ത്രം ധരിക്കാൻ സാധിക്കും. മറ്റൊന്ന്, ലേപനങ്ങൾ ചിലതെല്ലാം മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്. അതുപയോഗിച്ചുകൊണ്ട് അത്തരം കൊതുക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് പോകേണ്ടവർക്ക് അതുകൂടി പ്രായോഗികമാണ്. പിന്നെ വീടിനകത്തിരിക്കുന്നവർക്കാണെങ്കിൽ കൊതുകിൻ്റെ കടിയേൽക്കാതിരിക്കാനുള്ള മറ്റു മാർഗ്ഗങ്ങളും അവലംബിക്കാവുന്നതാണ്. അതാണ് ആദ്യത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് കൊതുകിൻ്റെ സാന്ദ്രത കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. കൊതുകിൻ്റെ സാന്ദ്രത കുറയ്ക്കുക എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, കൊതുക് മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുക. ഇതാണ് പൊതുജനത്തിന് ചെയ്യാൻ സാധിക്കുന്നത്. ഓരോ വ്യക്തിയും സ്വന്തം വീടും പരിസരവും കൃത്യമായി പരിശോധിച്ചുകൊണ്ട്, അത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം, എല്ലാ ഞായറാഴ്ചയും ഒഴിവു ദിവസങ്ങൾ ചെയ്യണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്ന ഒന്നായിരുന്നു. വീടിനകത്തോ ചുറ്റുവട്ടത്തോ എവിടെയെങ്കിലും കൊതുക് വളരാനുള്ള സാഹചര്യമുണ്ടോ, ശുദ്ധജലം കെട്ടിനിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ തോട്ടങ്ങളുള്ളവർക്ക് പൈനാപ്പിൾ തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പ്രശ്നമാണ്. അവിടെയെല്ലാം ഇതിനുള്ള സാധ്യതകൾ കുറയ്ക്കാനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. മൂന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 180 രാജ്യങ്ങൾ യോഗാ ദിനം ആചരിച്ചു. ലക്നൌവിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും 50,000 ആളുകൾക്കുമൊപ്പമായിരുന്നു പ്രധാനമന്ത്രിയുടെ യോഗാഭ്യാസം. ദില്ലിയിലെ യോഗാഭ്യാസങ്ങളിൽ NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദും പങ്കെടുത്തു. അതേസമയം യോഗയെ മാധ്യമശ്രദ്ധ നേടാനുള്ള മാർഗമാക്കുന്നുവെന്നാരോപിച്ച് ബീഹാർ സർക്കാർ യോഗാ ദിനാചരണം ബഹിഷ്കരിച്ചു. യോഗയെക്കുറിച്ച് ചിലർ നടത്തുന്ന തെറ്റിദ്ധാരണാപരമായ പ്രചരണങ്ങളിൽ വംശവതരാകരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യോഗയെ മതപരമായ ചടങ്ങായി കാണേണ്ടതില്ല, യോഗയെ വെറും വ്യായാമ മുറയായി കണ്ടാൽ മതിയും എന്നും യോഗയെ ഹൈജാക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും യോഗ പരിശീലനത്തിന് ക്രമീകരണം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗ ദിനാചരണവും സമൂഹ യോഗ പരിശീലനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് എന്തോ അതിൻ്റെ ഭാഗമാണ് എന്ന് ധരിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. യോഗ യോഗയാണ്, അതൊരു വ്യായാമ മുറയാണ്. അത് ആ നിലക്ക് നമുക്ക് പരിശീലിക്കാവുന്ന. ചൈനീസ് വിപ്ലവ വഴിത്താര അത്ഭുതകരവും കൗതുകകരവുമാണ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും വിപ്ലവത്തിന്റെ അടയാളങ്ങൾ അതുപോലെ ചൈനയിൽ പരിപാലിക്കപ്പെടുന്നു. ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസിന്റെ ചൈനീസ് ഡയറിയിലേക്ക്. ജിങ്ഗാങ്ഷ മലനിരകളിലാണ് യഥാർത്ഥത്തിൽ മാവോയുടെ നേതൃത്വത്തിൽ വിപ്ലവം പൂത്തുലഞ്ഞത്. ചൈനീസ് വിപ്ലവത്തിന്റെ വഴിത്താരകൾ ആരെയും ത്രസിപ്പിക്കുന്നതാണ്. അധ്യാപകനാകാൻ ആഗ്രഹിച്ച് പിന്നീട് വിപ്ലവകാരിയായി മാറിയ മാവോ സേതുങ് നയിച്ച വിപ്ലവ വഴിത്താര ചൈന ഇന്നും അതുപോലെ പരിപാലിക്കുന്നു. കുമിന്തോങ് സേനയോട് ഏറ്റുമുട്ടി ശിഥിലമായ തന്റെ പോരാളികളെ കൂട്ടി മാവോ താവളമൊരുക്കിയത് ജിയാങ്ഷി പ്രവിശ്യയിലെ ജിങ്ഗാങ്ഷ മലനിരകളിലാണ്. അവശേഷിച്ച പോരാളികളെ മലപടക്കുകളിൽ സംരക്ഷിച്ച് പുതിയൊരു പോരാട്ടത്തിന് അദ്ദേഹം തയ്യാറെടുത്തു. ജിയാങ്ഷി പ്രവിശ്യയിലെ ജിങ്ഗാങ്ഷ മലനിരകളിൽ മാവോയും കൂട്ടരും താവളമടിച്ച ഓരോ സ്ഥലങ്ങളും ഇന്ന് സന്ദർശകരുടെ ഇഷ്ടസ്ഥലങ്ങളാണ്. ഈ മലമടക്കിൽ വെച്ചാണ് മാവോ പുതിയൊരു പോരാട്ടതന്ത്രം രൂപപ്പെടുത്തുന്നത്. ഗ്രാമങ്ങൾ, നഗരങ്ങളെ വളഞ്ഞു പിടിക്കുക. ആദ്യമൊക്കെ സഹപ്രവർത്തകർക്ക് തന്നെ ബോധ്യമാകാൻ കഴിയാതിരുന്ന തന്ത്രം. എന്നാൽ സഹപോരാളികളായ ചൂഡേയും ചവുല്ലായുമൊക്കെ മാവോയ്ക്ക് വീര്യം പകർന്നു.
ഇന്ന് മലമടക്കുകളിലേക്ക് തെളിഞ്ഞ സുന്ദരമായ വഴിത്താരകളുണ്ട്. എന്നാൽ ഈ ഭൂപ്രകൃതിയുടെ ദുർഘടാവസ്ഥ എങ്ങനെയായിരിക്കണം മാവോയും സഹപോരാളികളും തരണം ചെയ്തതെന്ന് പലരെയും അത്ഭുതപ്പെടുത്തുന്നു. വിപ്ലവം വിജയിച്ച ശേഷം ചൈനയുടെ ഭരണാധികാരിയായ മാവോ 1965 ഇവിടെ വരികയും പഴയ മാളങ്ങളിലും മടക്കുകളിലും ഒരിക്കൽ കൂടി സന്ദർശനം നടത്തുകയും ചെയ്തു. സ്മരണകൾ അയവിറക്കിക്കൊണ്ട് വിമോചന സേനയുടെ യൂണിഫോം അണിഞ്ഞാണ് പലരും വിപ്ലവ തീർത്ഥാടനത്തിന് വരുന്നത്. പോരാട്ടത്തിന്റെ നാനാവശങ്ങൾ ചിത്രീകരിക്കുന്ന വിപ്ലവ മ്യൂസിയവും ആയിരക്കണക്കിന് ആൾക്കാരെ ആകർഷിക്കുന്നു. ഈ മലമുകളിലാണ് യഥാർത്ഥത്തിൽ വിപ്ലവത്തിന്റെ വസന്തകാലം പതഞ്ഞു പൊങ്ങിയത്. ഇപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന കോടമഞ്ഞ് പോലെ തന്നെയായിരുന്നു അന്ന് വിപ്ലവത്തിന്റെ വസന്തം അദ്ദേഹം സൃഷ്ടിച്ചത്. കൈരളിക്ക് വേണ്ടി ജിങ്ങാൻഷാ, മലമടക്കിൽ നിന്ന് ജോൺ ബ്രിട്ടാസ്. സ്വന്തം മകളുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് തൊടുപുഴ സ്വദേശികളായ സാബുവും മായയും. ചികിത്സയ്ക്ക് വേണ്ടി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് 2 വർഷമായി തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഇവർക്ക് ഇന്ന് വാടക കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചിരിച്ചും കളിച്ചും സന്തോഷിച്ച് അമ്മയുടെ ഒക്കത്തിരിക്കുമ്പോൾ അതുല്യ എന്ന ഈ 4 വയസ്സുകാരി അറിയുന്നില്ല തന്റെ ഹൃദയത്തിന്റെ താളം നിലച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അതുല്യയ്ക്ക് 2 വയസ്സായപ്പോഴാണ് തൊടുപുഴ കോട്ടയിൽ വീട്ടിൽ സാബുവിന്റെയും മായയുടെയും മനസ്സിൽ തീകോരിയിട്ട് ഈ കൊച്ചുമിടുക്കിയുടെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിത്തുടങ്ങിയത്. 2 വർഷമായി നിരവധി ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വിധേയമാക്കി. മെഡിക്കൽ കോളേജ് ചെന്ന ഒരു മാസം വെന്റിലേറ്ററിലായിരുന്നു. അവിടുന്ന് പിന്നെ ശ്രീചിത്രയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ശ്രീചിത്രയിൽ ചെന്നപ്പോൾ അവർ പിന്നെ ബാക്കിത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. അവിടുന്ന് അവർ എയിംസിലേക്ക് റെഫർ ചെയ്തത്. ഒടുവിൽ ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലെ ചികിത്സയിലാണിപ്പോൾ. വിദഗ്ധ ഡോക്ടർമാർ പറയുന്നത് ഏതു സമയവും ഈ കുഞ്ഞു ഹൃദയം നിലച്ചുപോകാം. അതിനാൽ അതുല്യയുടെ ഹൃദയം മാറ്റിവെക്കണം. പക്ഷേ ഇതിനായി 50 ലക്ഷത്തിലധികം രൂപ വേണ്ടിവരും. കൂലിപ്പണിക്കാരനായ സാബുവിനും കുടുംബത്തിനും ഈ തുക സ്വപ്നം മാത്രമേ കാണാൻ കഴിയൂ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ച 6 ലക്ഷം രൂപ മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് കൂട്ടായുള്ളത്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നതിന് മുമ്പേ ഈ കുഞ്ഞു ഹൃദയം നിലയ്ക്കുമോ എന്ന പേടിയിലാണ് ഇപ്പോൾ ഈ അച്ഛനമ്മമാർ. ആശുപത്രികളിലെ വെന്റിലേറ്ററുകളിൽ തുടിച്ചു തുടങ്ങിയ ഈ കുഞ്ഞു ഹൃദയത്തിനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഇനി നന്മയുള്ള നല്ല മനസ്സുകൾക്കേ കഴിയൂ. ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.